ഹലോ എവരി വൺ. ഏകദേശം 1800ഓളം സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ വീടിൻ്റെ പ്ലാനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ പറഞ്ഞതുപോലെ ട്രോപ്പിക്കൽ സ്റ്റൈൽ എലിവേഷൻ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഏതൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത്, അതുപോലെ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് മിനിമലായിട്ടുള്ള രീതിയിൽ ഫർണിച്ചർ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് രാഹുൽ. വെൽക്കം ടു ദി ഡ്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1160 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തത്തിൽ വരുന്നത്. എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സിറ്റ് ഔട്ട് സ്പേസിൻ്റെ നീളം വരുന്നത് 200 സെൻറ്റിമീറ്ററും അതുപോലെ വീതി വരുന്നത് 140 സെൻറ്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ട് സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു കാർ പോർച്ച് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 350 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 590 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ടാണ് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയ വരുന്നത്. അതുപോലെ സിറ്റ് ഔട്ട് സ്പേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ 2-3 വാളിൻ്റെ ഇടയിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. 150 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 140 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കടക്കുന്ന സമയത്ത് ലിവിങ് സ്പേസിലേക്കാണ് എത്തുന്നത്. ലിവിങ് സ്പേസിൻ്റെ നീളം വരുന്നത് 380 സെൻറ്റിമീറ്ററും അതുപോലെ വീതി വരുന്നത് 330 സെൻറ്റിമീറ്ററുമാണ്. ഒരു എൽ ഷേപ്പ് സോഫ, ഒരു TV യൂണിറ്റ്, പിന്നെ 2 സ്റ്റാൻഡ് അലോൺ ചെയർസ് ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ലിവിങ് സ്പേസിൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെയും ഇടയിൽ നമ്മളൊരു ഡിവിഷനായിട്ടൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ വൺസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൻ്റെ സൈസ് വരുന്നത് 330 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 440 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ഓപ്പൺ കിച്ചണാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് 330 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 220 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മുടെ ഈ ഓപ്പൺ കിച്ചണകത്ത് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് സിങ്ക്, അതുപോലെ സ്റ്റവ്, ഫ്രിഡ്ജ്, ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ പോലെയാണ് നമ്മളിതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് വർക്കിംഗ് കിച്ചണിലേക്കുള്ള ആക്സസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ സിങ്ക് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിച്ചൺ കൗണ്ടർ. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആലുവ, പുകയില്ലാത്ത അടുപ്പ് അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ഓവനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വർക്കിംഗ് കിച്ചണിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്, ഒരു ഡോർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നു. 370 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 330 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ് സ്പേസ്, പിന്നെ ഒരു വാർഡ്രോബിനുള്ള സ്പേസ് ഒക്കെ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടല്ല, നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നും ലിവിങ് സ്പേസിൽ നിന്നും ഒക്കെ ആയിട്ട് കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടോയ്ലറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 220 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 140 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു സ്ലൈഡിങ് ഡോറാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കൂടി ഈ ഒരു കോട്ടയാടിലേക്ക്, ഇത് നമ്മുടെ വീടിൻ്റെ പുറത്ത് വരുന്നൊരു ഭാഗമാണ്, വീടിനകത്ത് പ്ലാനിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൂടെ പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡിങ് ഡോറ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കൂടിയാണ് മുകളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ താഴെ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് 150 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 103 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ട് ഒരു കോട്ടയാട് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാൻഡിങ് സ്പേസിനകത്ത് നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിങ് വരുന്നത്. ഏകദേശം 640 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. സ്റ്റെയർ കയറി മുകളിലെത്തുന്ന സമയത്ത് ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 330 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 330 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന രീതിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ മുകളിലാണ് ഈ ഒരു അപ്പർ ലിവിങ് വരുന്നത്. ഒരു 3 സീറ്റർ അല്ലെങ്കിൽ 4 സീറ്റർ സോഫ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഒരു ലൈബ്രറി സ്പേസ് അല്ലെങ്കിൽ ബുക്ക് ഷെൽഫ് ഒക്കെ നമുക്ക് ഈ ഒരു സ്പേസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസുകൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ട്, അതായത് 220 സെൻറ്റിമീറ്റർ നീളവും 140 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ട് നമ്മളൊരു ബെഡ്റൂം സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 370 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 330 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന സമയത്ത് 330 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 330 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന മൂന്നാമത്തെ ബെഡ്റൂം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിനും നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 220 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 130 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ടോയ്ലറ്റിന് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് നമുക്ക് ഒരു ലേഷർ സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ട് സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓപ്പൺ ടെറസും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ താഴെയുള്ള ലിവിങ് സ്പേസിൻ്റെ മുകളിൽ വരുന്ന സ്ലോപ്പ് റൂഫിൻ്റെ നമ്മൾ എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ കാർ പോർച്ചൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെറസ് ഏരിയ കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിലത്തെ റൂഫായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ 3Dയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രോപ്പിക്കൽ എലമെൻസ് ആയിട്ട് സ്ലോപ്പ് റൂഫും ട്രസ് വർക്ക് ചെയ്തിട്ട് മാംഗ്ലൂർ ടൈൽ ചെയ്തിട്ടുള്ള സ്ലോപ്പ് റൂഫ് എലമെൻസ് ആണ് മാക്സിമം നമ്മളിതിൻ്റെ റൂഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം ഒരു ബോക്സിങ് കൈൻഡ് ഓഫ് രീതിയിലേക്ക് ഒരു ഫീച്ചറായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് അതുപോലെ കാർ പോർച്ചിൻ്റെ മുകളിലും സിറ്റൗട്ട് സ്പേസിൻ്റെ മുകളിലുമായിട്ടാണ് നമ്മളൊരു സ്ലോപ്പ് റൂഫായിട്ട് ഒരു ഫ്ലാറ്റ് റൂഫായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. കോർട്ട്യാർഡ് സ്പേസിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു വാള് കംപ്ലീറ്റ്ലി നമ്മളൊരു ജാലി വെച്ചിട്ട് സ്ക്രീനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് നമ്മളെ ലിവിങ് സ്പേസിനകത്തേക്കാണ്. ലിവിങ് സ്പേസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഫ, അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റ് നമ്മൾ എന്താ പറയുക, ഒരു കൺസോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടി വി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഫാൻ, ഒരു ഫുൾ നമ്മുടെ ഡ്രസ് വർക്കിൽ നിന്ന് താഴോട്ടെത്തുന്ന രീതിയിൽ, താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഫാന്, 2 സെപ്പറേറ്റ് ചെയേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ലിവിങ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിവിങ് സ്പേസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൈനിങ് സ്പേസിൻ്റെ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡൈനിങ് സ്പേസിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടിയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഡോറ് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിൻ സ്പേസ്, വാഷ് ബേസിൻ വെക്കാനുള്ള ഒരു ക്യാബിനറ്റ്, അതുപോലെ ഒരു വാൾ ഹാങ് ആയിട്ടുള്ള മിറർ, അതുപോലെ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചണിനകത്തോട്ട് വരുന്ന സമയത്ത് ഒരു ഗ്രീനിഷ് ടച്ച് വരുന്ന ഒരു കളർ, ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ താഴെ വരുന്ന ക്യാബിനറ്റ്സും അതുപോലെ ഓവർഹെഡ് ക്യാബിനറ്റ്സും ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഡാർക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റ് വരുന്ന വിൻഡോസ് ആണ്, അതായത് ഏകദേശം 120 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് തുടങ്ങി 210 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ആ ഒരു രീതിയിലാണ് 3 ഷട്ടർ വിൻഡോയോട് കൂടിയിട്ടുള്ള 2 വിൻഡോസ് നമ്മൾ ഈ ഒരു കിച്ചണിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ്, ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് കിച്ചണിനകത്തോട്ട് വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം, നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള കിച്ചൺ കൗണ്ടർ, എന്താ പറയുക, വർക്കിംഗ് കിച്ചൺ കൗണ്ടർ, അതിൻ്റെ മുകളിലായിട്ട് ഓവർഹെഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടി പുറത്തേക്ക് അടുക്കള തോട്ടത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പ്ലാനിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്മോക്ക്ലെസ് ഓവൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് വിറകുകളും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൂടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ 370/330 സംതിങ് വരുന്ന ഈ ഒരു രീതിയിലാണ് ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ബെഡ്, അതിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിള്, അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാളിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാബിനറ്റും അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരു മിറർ കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ, അതുപോലെ അതിന് ഒരു മിറർ,
ഒരു വാൾഹങ്ങായിട്ടുള്ള ഒരു ക്ലോസറ്റ്, പിന്നെ ഒരു ഷവർ സ്പേസ്. ഇത്രയുമാണ് നമ്മുടെ ടോയ്ലറ്റിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. സ്റ്റെയറിന് താഴെ കൂടെ പോയി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി നമ്മുടെ ഈ ഒരു ലാൻഡിങ് സ്പേസിൽ എത്തുന്ന സമയത്ത് ഈ എൻ്റയർ സ്ക്രീനിൽ കൂടി വരുന്ന ലൈറ്റ് നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീടിനകത്ത് അത്യാവശ്യം കോസി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഫോട്ടോസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് ആൻഡ് പ്ലേ ഒക്കെ വരുന്ന ഒരു ഏരിയ ആയിട്ട് ഈ ഒരു സ്പേസ് മാറുന്നതാണ്. അതുപോലെ ലാൻഡിങ് സ്പേസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോർട്ട്യാർഡിനകത്ത്, താഴെയുള്ള കോർട്ട്യാർഡിനകത്ത് ഒരു ബീൻ ബാഗ് ഒക്കെ ഇട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ കയറി ഫസ്റ്റ് ഫ്ലോറിനകത്തോട്ട് വരുന്ന സമയത്ത് ഇതുപോലെയാണ് ഒരു അപ്പർ ലിവിങ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലൈബ്രറി ബുക്സും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇരുന്ന് ഒരു ബേ വിൻഡോ പോലെ ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വേറൊരു ഫാൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറേജോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ഇവിടെയും കിട്ടും. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 സീറ്റർ അല്ലെങ്കിൽ ഒരു 4 സീറ്റർ സോഫ ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന വിൻഡോസ്, ഒരു 6-7 ഷട്ടർ വരുന്ന ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പർ ലിവിങ്ങിൻ്റെ മുകളിൽ വരുന്ന സ്ലോപ്പ് റൂഫിൻ്റെ ഭാഗത്തേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അതുപോലെ ഇവിടെ നിന്ന് വരുന്ന ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നമ്മുടെ താഴെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിള്, അതുപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ്, അതിൻ്റെ സൈഡിലായിട്ടൊരു മിറർ. കോമൺ ടോയ്ലറ്റ് അല്ല, താഴെ നമ്മൾ കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെയിം ലേഔട്ട് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിന്, അതുപോലെ അതിൻ്റെ ക്ലോസറ്റ്, പിന്നെ ഒരു ഷവർ സ്പേസ്. ഇത്രയുമാണ് ഈ ഒരു ബെഡ്റൂമിനകത്തുള്ള ഏരിയാസ് വരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂമിനകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾസ്, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. 130 സെൻറ്റിമീറ്റർ വിഡ്ത്തും 220 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് ഈ ഒരു ടോയ്ലറ്റിന് വരുന്നത്. വാഷ് ബേസിൻ, അതുപോലെ ഒരു വാൾഹങ് ആയിട്ടുള്ള ക്ലോസറ്റ്, ഷവർ ഏരിയ, ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ടോയ്ലറ്റിനകത്തും വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വിൻഡോ അല്ല, ഒരു ഫിക്സഡ് ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി മാക്സിമം നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു വീടിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഓപ്പൺ ടെറസിനോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കോസി ആയിട്ടുള്ള ഒരു ഗാദറിങ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു 3Dയിലേക്ക് വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തുടർന്നുള്ള വീഡിയോസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്ക് യൂസ്ഫുള്ളായിട്ട് വരും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ റിലേറ്റീവ്സുകളോ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വീഡിയോ കെട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരായിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അവർക്കും ഇത് യൂസ്ഫുള്ളായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണ്, കയ്യിലൊരു പ്ലാൻ ഇരിക്കുന്നുണ്ട്, അത് ഇതുപോലെ 3Dയിൽ വാക്ക് ത്രൂ ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ പ്ലാൻ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അത് സെലക്ട് ചെയ്യുന്ന പ്ലാനുകൾ നമ്മുടെ ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുന്ന പ്ലാനുകൾ ഇതുപോലെ 3Dയിൽ വിഷ്വലൈസ് ചെയ്ത് ഒരു വാക്ക് ത്രൂ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ വിഷ്വലൈസ് ചെയ്ത് കണ്ട ഈ ഒരു പ്ലാനിൻ്റെ ഈ വീടിൻ്റെ പ്ലാന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ത്രൂ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.